ഈ ഫോണിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പ്ലാൻ ഇല്ലാത്ത ആളുകളാണ് പൊതുവേ പ്രവാസികൾ. അതിപ്പം വാപ്പാനും ഉമ്മാനെ ആൾക്ക് വിളിക്കാൻ എന്തുകൊണ്ട് പറ്റണില്ല എന്ന് വെച്ചാൽ ഇനി അതിന് പറയാൻ പോണ കാരണം ഇത്രക്കാണ് ജോലി കഴിയുക അങ്ങനെയാണുള്ളത്. അതിൽ എപ്പോഴാണ് ഞാൻ വിളിക്കുക. പിന്നെ വിളിക്കാനാകുമ്പോഴത്തേന് ഭാര്യനെ വിളിക്കേണ്ടത് ശരിയാണ്, അതുകൊണ്ട് കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അത്ര സമയം ആകുമ്പോഴത്തേന് പറ്റുമോ. ഇത് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഭയങ്കര വ്യാജമായുള്ളൊരു സാധനമാണ്. ഏതാളും ഒരു പറയട്ടെ, ഒരു ലൈഫ് പറയട്ടെ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓർക്ക് ഫോൺ ചെയ്യാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. ഉള്ളത് ഓരോ നമുക്ക് 3 മിനിറ്റ് കിട്ടിയാൽ മതി. ഇതൊരു ഫോണിങ് എന്നുള്ളതൊരു തരം കലയാണ്. അത് റിലാക്സ് ചെയ്ത് ആ വയസ്സായ വാപ്പാനോടും ഉമ്മാനോടൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് വർത്താനം പറഞ്ഞ് അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്ന ഇവർ ഉൾക്കൊള്ളും. നമ്മളെ ജീവിതവും തിരക്കൊക്കെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അവരുടെ കുറേ പരാതി തീരും, ശരിക്കും തീരും. പിന്നെ ചിലപ്പോൾ അപ്പുറത്ത് ഭാര്യനോട് സംസാരിക്കണമൊക്കെ ഉറങ്ങാതെ കിടക്കണ ഈ വാപ്പിയും കേൾക്കണും കൂടി ഉണ്ടെങ്കിൽ ഇരട്ടി പെയിനായിരിക്കും. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വാപ്പ ഒരു ഫോൺ കടയിൽ കൊണ്ടുപോയിട്ട് സ്വന്തം ഫോൺ ഇങ്ങനെ കൊടുക്കുകയാണ്. എന്താ മോനെ ഈ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, എൻ്റെ മോൻ്റെ കോൾ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഫോണിന് എന്തോ കേടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആരോ ഒരു റിയലാക്കിയിട്ട് ഇട്ടതാണ്. ഒരു റിയൽ സാധനമൊന്നുമല്ല, പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനത്തെ കുറേ കേസുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു റിയൽ ലൈഫിൽ ഇങ്ങനത്തെ കുറേ കേസുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ചെയ്യുന്നത് തെറ്റാണ്, 100% തെറ്റാണ്. അത് വിശുദ്ധ ഖുർആൻ വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹിനെ ആരാധിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചാണ്. മാതാപിതാക്കൾക്ക് ഇഹ്സാനും ഉണ്ട്, അവർക്ക് മുസാഹബത്തും ഉണ്ട്. മുസാഹബത്ത് വേറെ തന്നെയാണ്, ഇഹ്സാൻ വേറെ തന്നെയാണ്. ഇഹ്സാൻ തന്നെ നന്മയ്യ, അത് ഗൾഫിൽ നിന്നാലും നടക്കുന്ന കാര്യമാണ്. മുസാഹബത്ത് എന്നുള്ള അവരുടെ കൂടെ ഉണ്ടാവലാണ്. പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം കൂടെ ഉണ്ടാവേണ്ട ലിമിറ്റേഷൻ അവർ പരിഗണിക്കേണ്ടത് വീഡിയോ കോളിലൂടെ തന്നെയാണ്. അവരതിന് സമയം കണ്ടെത്തണം, സംസാരിക്കണം, ആ സംസാരം പ്ലാൻ ചെയ്യണം, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം, അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് കയറി ചെല്ലണം, അവർക്ക് കൂടുതൽ സംസാരിക്കാവുന്ന ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കണം, അവരുടെ ഇഷ്ട മേഖലകൾ കവർ ചെയ്യണം, അതൊക്കെ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. ആ മരുന്ന് കുടിക്കണം, മരുന്നിനെക്കുറിച്ച് ധാരണ വേണം, കാണിക്കുന്ന ഡോക്ടറെക്കുറിച്ച് ധാരണ വേണം, വീട്ടിലെ ജോലികളെ സംബന്ധിച്ച വ്യക്തത വേണം, അവരുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് വ്യക്തമായി അറിയണം. പിന്നെ സാമ്പത്തികമായിട്ട് അവരുടെ കൈകളിലേക്ക് എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങൾക്ക് അവരുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ അവരിങ്ങനെ ആൾക്കൂട്ടത്തിൽ, വാപ്പയൊക്കെ ചിലപ്പോൾ പണ്ടൊക്കെ ഒരുപാട് ചെയ്ത ആളായിരിക്കും, ഒരു 10 രൂപ എടുത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മാനേജ് ചെയ്തും കൈകാര്യം ചെയ്ത് പോകുക എന്നുള്ളത് അനിവാര്യമാണ്. അത് പ്രധാനമാണ്. രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ വരുമാനം ഉണ്ടാവും. വരുമാനമുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രീ ആയിട്ട് അവർ പൈസ ഒട്ടും വേണ്ടാന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് ചിലവ് വരാതെ നോക്കിയാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ സലഫുകളുടെ ചരിത്രം എടുക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ വലുതാണ്. ഇപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹറമിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ തോളിലേറ്റിയിട്ട് തവാഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മാനെ നിലത്ത് വെച്ചിട്ട് ചെന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാനെ എന്നെ ദൂരം ശാമാന്തം തോന്നുന്നുണ്ട്, അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് തോളിലേറ്റി കൊണ്ടുവന്നതാണ്, എൻ്റെ ഉമ്മാനോടുള്ള ഡ്യൂട്ടി ഞാൻ ചെയ്തോന്ന് വെച്ചപ്പം അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം, നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിക്കാൻ വേണ്ടി എടുത്ത പെയിൻ ഉണ്ട്, ആ കുട്ടി പുറത്തേക്ക് വരാൻ ഉള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുമല്ലോ, ആ ഒരു വേദനക്ക് ഉള്ള പരിഹാരമായിട്ടുള്ള നിങ്ങളിപ്പോൾ ചെയ്തതാണ്. അത്ര ആഴത്തിൽ ഈ വിഷയം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പാരൻസ് എന്തൊക്കെയാണെങ്കിലും അവരെ പ്രവാസി എന്നല്ല ആരും എന്ത് ചെയ്യേണ്ടതാണ്, കൃത്യമായി പരിഗണിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ